പേജ് നമ്പർ 42 ദ ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ് ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. ഇനി എല്ലാവർക്കും സദ്യ കഴിക്കാം എന്ന് പ്രിൻസസ് എല്ലാവരെയും ക്ഷണിച്ചു. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഫുഡ് ആസ്വദിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡിലീഷ്യസ്, എ സ്റ്റാർഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. ഒരു സ്റ്റാർഫിഷ് അവൻ്റെ പ്ലേറ്റ് നക്കിക്കൊണ്ട് പറയുകയാണ് സോ യമ്മി, സോ ഡിലീഷ്യസ്, നല്ല സ്വാദ്, നല്ല രുചി എന്ന് പറയുകയാണ്. ഐ ലവ് ദ ചോക്ലേറ്റ്, എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. ഒരു സ്രാവ് ചോക്ലേറ്റിൻ്റെ വലിയൊരു കഷ്ണം ഗൾപ്ഡ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങിക്കൊണ്ട് പറയുകയാണ് ഐ ലവ് ദ ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്, എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. ഒരു ജെല്ലി ഫിഷ് ജ്യൂസിൻ്റെ അവസാന തുള്ളി കുടിച്ചുകൊണ്ട് പറയുകയാണ് എന്താ പറയണത്, ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്, ജ്യൂസ് വളരെ ഉന്മേഷം തരുന്നു എന്ന് പറയണം. റിഫ്രഷിങ് പറഞ്ഞാൽ ഉന്മേഷം തരിക. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. പെട്ടെന്ന് ഒരു ഡോൾഫിന് ഉറക്കെ വിസിലൂതി. വാട്ട്സ് ഹാപ്പനിങ് ആസ്ക്ഡ് ദ ഷാർക്ക്. അപ്പം ഷാർക്ക് ചോദിക്കുകയാണ്, സ്രാവ് ചോദിക്കുകയാണ് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ, എന്തുകൊണ്ടായിരിക്കും ഡോൾഫിൻ വിസിൽ ചെയ്തത്, എന്താ കാരണമെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവിടെ കണ്ടോ, പ്രിൻസസ് ജൂലിയ എന്തോ പറയുന്നുണ്ടല്ലേ, എന്താ അത് ആ ബബിളിൽ നമ്മൾ എന്താ എഴുതുക, നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ് അതല്ലേ പറഞ്ഞത്, അതവിടെ എഴുതുക. പേജ് നമ്പർ 43 എ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഭീഷണി. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. ഡോൾഫിൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് മനുഷ്യന്മാർ ഇതാ പിന്നെയും വരുന്നു, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കടലിലോട്ട് തള്ളാൻ വേണ്ടി മനുഷ്യന്മാർ പിന്നെയും വരുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ എന്തിനായിരുന്നു വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ, എന്തിനായിരുന്നു ഡോൾഫിൻ ഉറക്കെ വിസിൽ ഊതിയത്, to inform everyone that the men are again coming to dump plastic waste in the sea. അതായത് എല്ലാവരെയും ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ മനുഷ്യന്മാർ പ്ലാസ്റ്റിക് വേസ്റ്റ് സീയിലോട്ട് തള്ളാൻ പിന്നെയും വരുന്നുണ്ട് എന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡോൾഫിന് വിസിൽ ഊതിയത്. ഓൾ ബിക്കെയിം ആംഗ്രി, എല്ലാവർക്കും അപ്പോൾ ദേഷ്യം വന്നു അല്ലേ. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. സ്രാവ് അവൻ്റെ പല്ല് കടിച്ചുകൊണ്ട് പറയാണ്, എന്താ പറയുന്നത്, നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചിട്ട് മരിച്ചു എന്ന് പറയാണ്. വി ഷുഡ് സ്റ്റോപ്പ് ദം ദേ സെഡ് ടുഗദർ. നമുക്ക് അവരെ തടയണമെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞു. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. എന്താ പറയുക ബ്ലൂ വെയിൽ പറയണത്, ആരും വിഷമിക്കേണ്ട എന്ന് ബ്ലൂ വെയിൽ പറഞ്ഞു. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്, ഐ വിൽ ഡ്രൈവ് ദം എവേ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഞാനാണ്, ഞാൻ അവരെ തുരത്തി ഓടിക്കും എന്ന് പറയുകയാണ്. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. ബ്ലൂ വെയിൽ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് അവൻ്റെ വാല് ചുഴറ്റിക്കൊണ്ട് പറയുക. സ്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചുഴറ്റിക്കൊണ്ട് പറഞ്ഞു. ദ ഷാർക്ക് ഫോളോഡ് ഹെർ. സ്രാവ് അവളെ പിന്തുടർന്നു. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു, എന്തായിരിക്കും ബ്ലൂ വെയിൽ ചെയ്യുക, എന്ത് ബ്ലൂ വെയിൽ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക, ദ ബ്ലൂ വെയിൽ വുഡ് ഡ്രൈവ് ദ മെൻ എവേ. ബ്ലൂ വെയിൽ ആ മനുഷ്യന്മാരെ തുരത്തി ഓടിക്കൂല്ലേ. ഇനി ഇവിടെ നോക്കൂ, എന്താവും അവർ പറയുന്നുണ്ടാവുക, ഹറി ഹറി ഡംപ് ഇറ്റ് ഓൾ ക്വിക്ക്ലി. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യാൻ വരുന്നവർ എന്തായിരിക്കും പറയുന്നുണ്ടാവുക, ഹറി ഹറി ഡംപ് ഇറ്റ് ഓൾ ക്വിക്ക്ലി, പെട്ടെന്ന് ഡംപ് ചെയ്യാനാവും പറയുന്നുണ്ടാവുക. പേജ് നമ്പർ 44 ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ മാപ്പ്. The whale and the shark went near the boat. തിമിംഗലവും സ്രാവും ബോട്ടിൻ്റെ അടുത്തോട്ട് പോയി. The shark beat the boat with his tail. സ്രാവ് അവൻ്റെ ടെയിൽ വെച്ചിട്ട് ബോട്ടിൽ അടിച്ചു. The men in the boat trembled with fear. ബോട്ടിലുണ്ടായിരുന്ന മനുഷ്യരെ പേടിച്ച് വിറച്ചു. They cried for help. അവർ സഹായത്തിനായിട്ട് കരഞ്ഞു. By this time the princess and the others reached there. ആ സമയം രാജകുമാരിയും ബാക്കിയുള്ളവരും അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദം, ദ ക്രാബ് ഓപ്പൺ ഹെർ ക്ലോസ്. ഞാൻ അവരെ ഞെരിക്കും എന്ന് പറഞ്ഞിട്ട് ഞണ്ട് അവളുടെ കൂർത്ത നഖങ്ങൾ വിടർത്തി. ക്ലോസ് എന്ന് പറഞ്ഞാൽ കൂർത്ത നഖങ്ങൾ.
പ്ലീസ് ഡോൺ ഹേർട്ട് us. We won't dump waste in the sea again. The men begged. മനുഷ്യർ യാചിച്ചു. എന്താ പറയണത്? ഞങ്ങളിനെ ഉപദ്രവിക്കരുത്, ഞങ്ങളിനി വേസ്റ്റ് കടലിൽ നിക്ഷേപിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ യാചിച്ചു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ, യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈവ്സ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, വാണ്ട് പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. ജൂലിയ രാജകുമാരി അവർക്ക് താക്കീത് നൽകി. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കടലിനെ മലിനമാക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ലൈവ്സ്, ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ജൂലിയ രാജകുമാരി അവർക്ക് താക്കീത് നൽകി. എന്നിട്ട് അവരെന്നെ ലെറ്റ് ദം ഗോ എന്ന് പറഞ്ഞാൽ അവരെന്നെ പോവാൻ അനുവദിച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻ ദി വേവ്സ്. സൂര്യപ്രകാശത്തിലെ തിരമാലകളെല്ലാം തിളങ്ങി. ഓക്കെ, ഇനി ഇതിൽ നോക്കൂ, വെയിൽ എന്താവും പറയുന്നുണ്ടാവുക? ബ്ലൂ വെയിൽ ഐ വിൽ കിൽ യു എന്നാവും പറയുന്നുണ്ടാവുക അല്ലേ? ഞാൻ നിങ്ങളെ കൊല്ലും എന്നായിരിക്കും പറയേണ്ടത്. ദേഷ്യത്തിൽ വന്നിട്ട് ബീറ്റീന് കണ്ടോ വാല് വെച്ചിട്ട്. ഇതിൽ നമുക്ക് ന്യൂ വേർഡ്സ് ഒന്ന് പറയാം. ഗോൾഡ് ഫിഷ് സ്വർണ്ണ മത്സ്യം, ഡയറക്ഷൻ ദിശ, സ്റ്റാർ ഫിഷ് നക്ഷത്ര മത്സ്യം, ഫ്ലോട്ടിംഗ് പൊങ്ങിക്കിടക്കുക, വേവ്സ് തിരമാല, ജെല്ലി ഫിഷ് കടൽച്ചൊറി, സ്പാർക്കിൾഡ് തിളങ്ങുക, ഫോളോഡ് പിന്തുടരുക, ഡീപ് സീ ആഴക്കടൽ, ഡെക്കറേറ്റഡ് അലങ്കരിക്കുക, ജെംസ് ആൻഡ് പേൾസ് രത്നങ്ങളും മുത്തുകളും, വൈഡ് ഓപ്പൺ മലർക്കെ തുറന്നിടുക, മെർമെയ്ഡ് മത്സ്യകന്യക, എക്സ്ക്ലെയിംഡ് അത്ഭുതപ്പെടുക, പ്രിൻസസ് രാജകുമാരി, ഗ്ലിൻഡിങ് തിളങ്ങുന്ന, ജിംഗ്ലിംഗ് കിലുങ്ങുന്ന, ഫ്രാഗ്രൻസ് സുഗന്ധമുള്ള, ഡയമണ്ട് വജ്രം, ക്രൗൺ കിരീടം, ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ള, ഫീസ്റ്റ് സദ്യ, ഇൻവൈറ്റഡ് ക്ഷണിച്ചു, എൻജോയ് ആസ്വദിക്കുക, യമ്മി സ്വാദിഷ്ടമായ, ഡിലീഷ്യസ് രുചികരം, ലിക്വിഡ് നക്കുക, ഗൾപ്ഡ് വിഴുങ്ങുക, റിഫ്രഷിംഗ് ഉന്മേഷം നൽകുന്നത്, ത്രെഡ് ഭീഷണി, ഡംപ് തള്ളുക, ഗ്രൗണ്ട് ദ ടീത്ത് പല്ല് ഞെരിച്ചു, ടുഗെദർ ഒരുമിച്ച്, സ്വിഫ്റ്റ് വേഗത്തിൽ, ടേൺ തിരിയുക, സ്വിഷ്ഡ് വാൽ ചുഴറ്റുക, ഫോർഗീവ്നെസ് മാപ്പ്, ബീറ്റ് അടിക്കുക, ക്രഷ് ഞെരിക്കുക, ബെഗ്ഡ് യാചിക്കുക, പൊല്യൂട്ടഡ് മലിനമാക്കുക, ഡിസ്ട്രോയിഡ് നശിപ്പിക്കുക, റിപ്പീറ്റ് ആവർത്തിക്കുക, റെയ്സ് കിരണങ്ങൾ, ബ്രൈറ്റൻഡ് പ്രകാശിപ്പിക്കുക, വേവ്സ് തിരമാലകൾ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.